نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പടച്ച റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് തഖ്വയുള്ളവരായി മുഹ്സിനീങ്ങളായി ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായി മാനസികമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും, വിശിഷ്യ രോഗങ്ങളെ അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരികളെ, ജീവിതത്തിലെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളിൽ ഒന്നാമത്തെ ഘടകമായ സമ്പത്ത് അവസാനത്തെ നമ്മുടെ ശ്വാസം നിലക്കുന്നതോടുകൂടി മറ്റു പലരുടേതും ആയിത്തീരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു വേള തൻ്റെ സമ്പത്തിലെ ഏറ്റവും തുച്ഛമായ, തനിക്ക് കബറ് കുഴിക്കാനും തനിക്ക് കഫം പുടവ വാങ്ങാനും അതുമായി തൻ്റെ ജനാസ സംസ്കരിക്കാൻ ആവശ്യമായ വളരെ ചുരുങ്ങിയ തൻ്റെ ആസ്തിയിലെ ഏറ്റവും ചുരുങ്ങിയ ഒരു ശതമാനം മാത്രം ഒഴിച്ചു വെച്ചാൽ ബാക്കി എല്ലാതും അനന്തരാവകാശികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു താൻ മരിക്കുന്നതോടുകൂടി എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ ഘടകം കുടുംബമാണ്. വല്ലാതെ ചേർന്ന് നിന്ന, തൻ്റെ ജീവിതത്തിൻ്റെ ചൂടും ചൂരും അനുഭവിച്ച, വല്ലാതെ അടുത്തു നിന്ന കുടുംബവും ഒരു വേള 3 പിടി മണ്ണ് വാരിയിട്ട് അവരും തിരിച്ചു പോരുകയാണ്. മൂന്നാമത്തെ ഘടകമുണ്ട്. പിന്നെ അത് തൻ്റെ ഖബറിലും തൻ്റെ പരലോകത്തും താൻ സഞ്ചരിക്കുന്നിടങ്ങളിലെല്ലാം താങ്ങായി, തണലായി, സുരക്ഷയായി, മോചനമായി കടന്നു വന്ന ഒരു ഘടകമാണ് എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിന് വിളിച്ച പേര് അമലു സ്വാലിഹാത്ത് എന്നുള്ളതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ അതാണ് നമുക്ക് എല്ലാ നിലക്കും സുരക്ഷ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് നമ്മളോട് ചോദിച്ചത്, യാ അയ്യുഹല്ലദീന ആമനു,
ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി, ഇന്നത്തേക്ക് വേണ്ടി മാത്രമല്ല, നാളെ ഖബറിലും പരലോകത്തും മഹ്ശറിലും മീസാനിന്റെ സമീപത്തും മഹ്ശർ കടന്നു പോകുമ്പോഴും സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തൊന്നാണ് നിങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് എന്ന് വിശ്വാസികളെ നിങ്ങളൊന്ന് നോക്കണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ വിളിച്ചുകൊണ്ട് മൂന്നാമത്തെ ഘടകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഇടക്കിടക്ക് നമ്മളോട് ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അമലു സ്വാലിഹാത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദുആ എന്നുള്ളത്, അഥവാ പ്രാർത്ഥന എന്നുള്ളത്. തന്റെ മനസ്സറിയുന്ന റബ്ബിനോട് മനസ്സറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒന്നാണ്, ഒരു ആരാധനയാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന പ്രാർത്ഥന എന്നുള്ളത്. അത് ഇഹത്തിലേക്കും പരത്തിലേക്കും ഒരു വേള ഒരുപോലെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ് എന്നുകൂടി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നോക്കൂ നിങ്ങള്, വിശുദ്ധ ഇസ്ലാമിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചു തന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീമുൻ, നിങ്ങളുടെ റബ്ബ് കരീമാണ്, മാന്യനാണ്. അതേപോലെ തന്നെ വല്ലാത്ത ലജ്ജയുള്ളവനാണ് നിങ്ങളുടെ റബ്ബ്. നോക്കണേ നിങ്ങള്, അള്ളാഹുവിന്റെ വിശേഷണവും അള്ളാഹുവിന്റെ നാമവും പഠിപ്പിക്കുന്നിടത്ത് അള്ളാഹിന്റെ റസൂല് നമ്മുടെ റബ്ബിനെ പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങളുടെ റബ്ബ് ലജ്ജിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ആവശ്യം അള്ളാഹിനോട് പറഞ്ഞിട്ട് ആ ആവശ്യം നിങ്ങൾക്ക് നിർവഹിച്ചു തരാതിരുന്നാൽ അത് അള്ളാഹ്ക്ക് കഴിയണ ഒന്നല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ലജ്ജയുള്ള കാര്യ. ചോദിച്ചത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹു ഏറെ ലജ്ജിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നീട്ടിയ കരങ്ങൾ സിഫറായി, ശൂന്യമായി തിരിച്ചയക്കാൻ ലജ്ജിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചു തരാണ്. എന്നിട്ട് ഒന്നുകൂടി ആ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ചോദിച്ചത് അതേപോലെ തരാതിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ലജ്ജയാണ്. ഇനി നിങ്ങൾ ഒന്ന് ചോദിച്ചിട്ട് അതിനേക്കാൾ വലുത് നിങ്ങൾക്ക് വരാനുള്ള വലിയൊരു മുസീബത്ത് തടഞ്ഞു വെക്കുന്നുവെങ്കിൽ അതും അല്ലാഹുവിന്റെ ദുആ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നു എന്നുള്ളതിന് അടിസ്ഥാനമാണ്. ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് നൽകിയില്ല, അതിനർത്ഥം നിങ്ങളോട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ല എന്നല്ല, നിങ്ങളോട് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണെന്നാണ്. കാരണം ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു ലോകത്തേക്ക് വേണ്ടി നിങ്ങളുടെ റബ്ബ് സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ പ്രാർത്ഥനകളെ അത് പരലോകത്ത് ചെന്നാൽ നിങ്ങൾക്ക് തരൂട്ടോ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കൂട്ടരെ, 3 രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം തരുമെന്നാണ്. എന്നാൽ ഈ 3 രൂപത്തിൽ നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മളും കുറച്ചൊക്കെ ശുദ്ധിയുള്ളവരാവണം, നമ്മളും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം എന്നുകൂടി ഇസ്ലാം പഠിപ്പിച്ചു തരികയാണ്. നിങ്ങളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ചോദിക്കുമ്പോൾ അത് അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ വല്ലാതെ കുടുങ്ങിയിട്ട് അള്ളാഹുവിലേക്ക് ഇരുകരങ്ങളും ഉയർത്തി ചോദിക്കുമ്പോൾ അള്ളാഹ് അത് തരണമെങ്കിലേ നിങ്ങളടുത്ത് കുറച്ച് നിബന്ധനകൾ ഉണ്ടാവണം എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിലൊന്നെന്താണെന്നറിയോ? ഒന്നാമത്തേത്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ആത്മാർത്ഥമായി തേടണമെന്നാണ്. ഇഖ്ലാസ് ഉള്ളവരായി മുഖ്ലിസുകളായിട്ട് വേണം നിങ്ങൾ അള്ളാഹിനോട് തേടാൻ എന്നാണ്. ആ പടച്ച റബ്ബിന് എല്ലാം കഴിയും. നിങ്ങളുടെ കടം വീട്ടാനും നിങ്ങളുടെ രോഗമില്ലായ്മ ചെയ്യാനും നിങ്ങൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ എല്ലാ പ്രതിസന്ധികളും നീക്കാനും കഴിവുള്ള ഒരു റബ്ബാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ റബ്ബിലേക്ക് മാത്രം ഒരാളെയും പങ്കു ചേർക്കാതെ നിങ്ങൾ ആ റബ്ബിനോട് മാത്രം തേടുന്നുവെങ്കിൽ അതാണ് ഇഖ്ലാസുള്ള ദുആ എന്ന് ഇസ്ലാം പഠിപ്പിച്ചു തരികയാണ്. ഇദാ സഅൽത ഫസ്അലില്ല, നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ അത് റബ്ബിനോട് ചോദിക്കൊണ്ടു. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നിങ്ങൾ എന്തെങ്കിലും സഹായം തേടുന്നുവെങ്കിൽ അത് നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടണം. കാരണം ആ ഇഖ്ലാസുള്ള തേട്ടം എവിടെ നിന്നാണ് ഉരുത്തിരിയുന്നത് എന്നറിയോ? എല്ലാറ്റിനും കഴിവുള്ള കോടാനുകോടി വരുന്ന എന്റെ കടം വീട്ടാനും വല്ലാതെ ദീർഘകാലങ്ങളായി പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ രോഗത്തെ ശിഫയാക്കി തരുവാനും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളോട് പറഞ്ഞാൽ മനസ്സിലാകാത്ത അത്ര എന്റെ വിങ്ങുന്ന മനസ്സിന്റെ അകത്തെ വേദനകളെ തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം നിശ്ചയിച്ചു തരാൻ കഴിവുള്ള ഒരു റബ്ബ് മുകളിലുണ്ടെന്ന തിരിച്ചറിവിൽ നിന്നും ഉയരുന്ന ആത്മാർത്ഥതയുള്ള ആ ചോദ്യമുണ്ടല്ലോ, അതാണ്
ഇസ്ലാം നിങ്ങൾക്ക് ദുആഇന് ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം നിങ്ങൾ പാലിക്കേണ്ട ഷർത്ത് അതാണ്, നിബന്ധന അതാണ് എന്നാണ് ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചു തരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ് ഈ വെള്ളിയാഴ്ചയാകുമ്പോഴേക്കും അള്ളാന്റെ തൗഫീഖ് കൊണ്ട് 2 കുടുംബത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിച്ചു. ആ 2 കുടുംബത്തിലെ ഓരോ വ്യക്തികളും ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അവർ അനുഭവിച്ച മാനസികമായ പ്രയാസം കൂട്ടരെ, അത് ദുനിയാവിൽ ഒരാൾക്കും തീർക്കാൻ കഴിയുന്നതല്ല. അതറിഞ്ഞ് പടച്ച റബ്ബിലേക്ക് കൈകൾ ഉയർത്തുമ്പോൾ മാത്രം അല്ലാഹ് കരിഞ്ഞരുകുന്ന ഒരു ദയയാണ് അവിടുത്തെ സമാധാനമെന്ന് ബോധ്യപ്പെടുത്താനും അതിനനുസരിച്ച് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അള്ളാഹുവിലേക്ക് ദുആ ഉയർത്താനും കഴിഞ്ഞാൽ അവിടെ പരിഹാരമാകുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം ആത്മാർത്ഥത, ഇഖ്ലാസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഇസ്ലാം നമ്മുടെ മുമ്പിൽ വരച്ചു വെച്ച് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് തേടുന്നുവെങ്കിൽ, അള്ളാഹ് നമുക്ക് ഉത്തരം തരണമെങ്കിൽ ആദ്യം നമ്മൾ അറിയേണ്ടത് മനസ്സിന്റെ അകത്ത് ഇഖ്ലാസാണ് അതിന് വേണ്ടത് എന്നാണ്. രണ്ടാമത്തേത് നിങ്ങൾക്കറിയുമോ, ഞാൻ ചോദിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പരാതി വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് പറയാറുണ്ട്. ഏത് രൂപത്തിലാ അള്ളാഹ് എനിക്ക് ഇജാബത്ത് തരുന്നത് എന്ന അറിവ് കുറവ് കൊണ്ട് പറയുന്നവരുണ്ട് ആ വിഷയം. അതല്ല, ഈ 3 രൂപത്തിലും ഉത്തരം കിട്ടാത്ത ചില ആളുകളുണ്ട്. അവരാരാന്നറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശദീകരിച്ച് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അദുമു അഖിലിൽ ഹറാം, ഹറാം ഇല്ലാത്ത ജീവിതം നയിക്കുന്നവർക്കാണ് അള്ളാഹു ഉത്തരം നൽകുക എന്നുള്ളതാണ്. ഇനി നമ്മൾ കേട്ടൊരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിന് ഇങ്ങനെ കണ്ണിൽ കാണുന്നത് പോലെ വിവരിച്ചു കൊടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ, ഒരു മനുഷ്യൻ ഇങ്ങനെ വരികയാണ്. അയാളുടെ മുടി ജട പിടിച്ചിട്ടുണ്ട്, അയാളുടെ വസ്ത്രത്തിൽ പൊടി പുരണ്ടിട്ടുണ്ട്. കാരണം അത്രത്തോളം ദീർഘമായ യാത്ര അയാൾ ചെയ്തിട്ടുണ്ട്. മുടിയൊക്കെ പൊടി പിടിച്ച് ജട പിടിച്ച് വാർന്നാൽ നിൽക്കാത്ത രൂപത്തിലേക്കായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ വസ്ത്രത്തിൽ വല്ലാതെ പൊടി പുരണ്ടിട്ടുണ്ട്. അതിന് മാത്രം ദീർഘമായ യാത്ര അയാൾ നടത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ വിശേഷണമായിരുന്നു അത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അയാൾ ഇങ്ങനെ വന്നിരുന്നിട്ട് 2 കരങ്ങളും ആകാശ ലോകത്തേക്ക് ഉയർത്തി. രണ്ടാമത്തെ വിശേഷണം പറയാണ്, ആകാശ ലോകത്തേക്ക് 2 കരങ്ങളും ഉയർത്തി. എന്നിട്ട് അയാൾ പറഞ്ഞു, യാ റബ്ബി, യാ റബ്ബി, എന്റെ റബ്ബേ, എന്റെ റബ്ബേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ഈ ഹദീസിലെ ഈ ആമുഖമുണ്ടല്ലോ, അതെന്താണെന്നറിയോ? യാത്രക്കാരന്റെ പ്രാർത്ഥന അള്ളാഹ് തട്ടില്ല എന്നാണ്. ആകാശ ലോകത്തേക്ക് ഉയർത്തിയ കരങ്ങളെ അള്ളാഹ്ക്ക് ശൂന്യതയിൽ വിടാൻ അള്ളാഹ്ക്ക് ലജ്ജയാണ് എന്നാണ്. രണ്ടാമത്തേത് അതാ. മൂന്നാമത്തേത് റബ്ബ്, റബ്ബ് എന്ന അള്ളാഹുവിന്റെ വിശേഷണം വെച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നാണ്. ഈ 3 കാര്യങ്ങളും, ഒരു മനുഷ്യന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള 3 കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എങ്ങനെയാണ് അയാൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുക. കാരണം അയാളുടെ വസ്ത്രവും അയാളുടെ ഭക്ഷണവും അയാളുടെ പാനീയങ്ങളും അയാൾ ഊട്ടപ്പെട്ടത് ഹറാമിലായിരിക്കെ പിന്നെ എന്ത് യാത്രയിലെ പ്രാർത്ഥന നടത്തിയിട്ടെന്താ, എന്ത് ആകാശ ലോകത്തിലേക്ക് കൈകൾ ഉയർത്തിയിട്ടെന്താ, എന്ത് റബ്ബ് റബ്ബ് എന്ന് വിളിച്ചിട്ടെന്താ കാര്യം? അയാളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹ് ഉത്തരം നൽകില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 100% ഉറപ്പോട് കൂടിയാണ് പറഞ്ഞതെങ്കിൽ കൂട്ടരെ, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ സന്താനം നിങ്ങളുടെ മയ്യത്തിന്റെ ചാരൽ നിന്ന് നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥതയോട് അവൻ പ്രാർത്ഥിക്കുമ്പോഴും അവന്റെ ശരീരത്തിൽ ഓടുന്ന രക്തവും അവന്റെ ശരീരത്തിൽ വളർന്നു വന്ന മാംസവും അവന്റെ ശരീരത്തിൽ ഉറച്ചു നിൽക്കുന്ന ആ പേശികളും ഉണ്ടല്ലോ, അത് വളർന്നു വന്നിട്ടുള്ളത് ഹറാമിലാണെങ്കിൽ അറിയുക കൂട്ടരെ, സ്വീകരിക്കുന്നതല്ല അള്ളാഹു. നമ്മുടേതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് കയറി വരുമ്പോഴും സ്ത്രീകളുടെ ശ്രദ്ധ വേണം ഈ വിഷയത്തിൽ. അതെ, ഓരോ കച്ചവട സ്ഥാപനത്തിൽ ഇടപെടുമ്പോഴും എന്റെ കീശയിലേക്ക് ഒരു 10 രൂപ, എന്റെ ജീപ്പയിലേക്ക് ഒരു 100 രൂപ, എന്റെ അക്കൗണ്ടിലേക്ക്, എന്റെ കയ്യിലേക്ക്, എന്റെ കൂലിയായി, എന്റെ ശമ്പളമായി അതേ 1000ങ്ങളും 10000ങ്ങളും കടന്നു വരുമ്പോൾ അതിലൊരംശം 10 രൂപയെങ്കിലും ഹറാമുണ്ടെങ്കിൽ ആ 10 രൂപ അത് അപകടം സൃഷ്ടിക്കുമെന്ന തിരിച്ചറിവ് കൂട്ടരെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള രണ്ടാമത്തെ നിബന്ധനയായി ഇസ്ലാം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു തരുന്നത്. നിങ്ങൾ തിന്നത്, നിങ്ങൾ ഉടുത്തത്, നിങ്ങളുടെ കല്ലുകൾ വെച്ചത്, നിങ്ങൾ അടിത്തറ വാങ്ങിയത്, നിങ്ങൾ പെയിന്റ് അടിച്ചത്, നിങ്ങളുടെ 2 കല്ലുകൾക്കിടയിൽ നിങ്ങളിട്ട സിമന്റ് ഉണ്ടല്ലോ, അതെ, നിങ്ങൾ മുകളിലേക്ക് എടുത്തതുണ്ടല്ലോ, അതിൽ ഹറാമിന്റെ അംശമുണ്ടെങ്കിൽ നിങ്ങൾ ഹറാമിലാണ്.
പിന്നെ പടച്ചറപ്പിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാ ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് കൂട്ടരെ, രണ്ടാമത്തെ നിബന്ധന ഹറാമില്ലാത്ത സമ്പത്ത്, ഹറാമില്ലാത്ത വരുമാനം, ഹറാമില്ലാത്ത ഇടപെടലുകൾ. അതാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെച്ചു കാണിച്ചു തരുന്ന രണ്ടാമത്തെ നിബന്ധന. മൂന്നാമത്തേത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഉത്തരം കിട്ടണം എന്ന ആഗ്രഹത്തോടുകൂടി, മനസ്സാന്നിധ്യത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. മനസ്സിൽ ചിന്തകളൊന്നുമില്ല, ഒരു ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ വായ ചലിക്കുന്നു, നാവ് ചലിക്കുന്നു, അള്ളാഹുവോട് ചോദിക്കുന്നു എന്നതാണെങ്കിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. മറിച്ച് വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആ മിൻ ഖൽബിൻ ഗാഫിലിൻ, അശ്രദ്ധമായ ഒരു ഖൽബിന്റെ ഉടമക്ക് അള്ളാഹ് ഉത്തരം കൊടുക്കില്ല എന്ന് നിങ്ങൾ അറിയണമെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അശ്രദ്ധമായ ഒരു ഹൃദയമാണോ നമ്മുടേത്? ഇല്ല കൂട്ടരെ. ചോദിച്ചാലും കൊല്ലക്കണക്കിന് ചോദിച്ചാലും അള്ളാഹ് തരില്ല എന്ന് തന്നെയാണ് നമുക്കതൊന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് മനസ്സാന്നിധ്യമുള്ള ഹൃദയത്തോടു കൂടി അള്ളാഹിനോട് ചോദിക്കണം. നാലാമത്തേത് ഇദ്ഹാറുൽ ഇഫ്തിഖാർ, നമ്മുടെ ദാരിദ്ര്യം അള്ളാഹിന്റെ മുമ്പിൽ തുറന്നു വെക്കണമെന്ന, വേറൊരു പടപ്പിന്റെ മുമ്പിലും നമ്മുടെ ദാരിദ്ര്യം തുറന്നു വെക്കേണ്ട ആവശ്യമില്ല. ഇരുതലകൾ കൂട്ടിമുട്ടിക്കാൻ നമ്മൾ എത്ര പ്രയാസപ്പെട്ടു കൊള്ളട്ടെ, പ്രതിസന്ധികളുടെ എത്ര കൂരമ്പുകളും എത്ര കൂനകൾക്ക് മുകളിലും നമ്മൾ കയറി നിന്നവരാവട്ടെ, ഒരു പടപ്പിന്റെ മുമ്പിലും തുറന്നു വെക്കേണ്ട ആവശ്യമില്ല കൂട്ടരെ. അതെ, ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒഴികെ. മറിച്ച് ഇല്ലായ്മകളും വല്ലായ്മകളും നാടിന്റെ മുമ്പിൽ തുറന്നു വെച്ച് മറ്റുള്ളവരുടെ സിമ്പതിയും മറ്റുള്ളവരുടെ ഔദാര്യങ്ങൾക്കും മുമ്പിൽ ജീവിക്കാനല്ല ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചത്. ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റ കയത്തിലാണെങ്കിലും, അതെ, ആ ചുഴയിൽ കടന്നു വല്ലാതെ പ്രതിസന്ധി അനുഭവിക്കുന്നെങ്കിലും തുറന്നു വെക്കൂ മനസ്സ് നിന്റെ റബ്ബിനോട് എന്നാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തരുന്നത്. പടച്ചറപ്പിന്റെ മുമ്പിൽ താഴ്മയോടുകൂടി, അതേ, കീഴ്വണക്കത്തോടുകൂടി തകർന്ന മനസ്സുമായി നിങ്ങൾക്ക് പടച്ചറപ്പിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉയർത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇല്ലേ, ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിരി വിടുന്നവരെ, അഹങ്കാരികളെ നിങ്ങളെ പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് അള്ളാഹിനോട് തേടിയിട്ട് കാര്യമില്ല. മൂസാ പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം, അതേ, പെൺകുട്ടികൾക്ക് വെള്ളം കോരിക്കൊടുത്ത് വീണ്ടും ആ തണലിലേക്ക് വന്നിരുന്നു കൊണ്ട് നടത്തിയ പ്രാർത്ഥനയുടെ അവസാനം എന്താണെന്നറിയോ? പടച്ചോനെ, ഞാനൊരു ഫഖീറാണെന്ന പച്ചക്ക് നാവ് കൊണ്ട് മനസ്സറിഞ്ഞ് തുറന്നു പറഞ്ഞ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നമുക്ക് മാതൃകയുണ്ട്. അതേ കൂട്ടരെ, ഞാൻ ഫഖീറാണ്, ഞാൻ ഒന്നുമില്ലാത്തവനാണ്, അല്ലാഹുവേ നീ തന്നതെല്ലാം ഞാൻ ആവശ്യക്കാരനാണ് എന്ന് മനസ്സറിഞ്ഞ് പടച്ചറപ്പിലേക്ക് ഇങ്ങനെ തുറന്നു വെച്ച് ചോദിച്ചാൽ അള്ളാഹ് തരും. അതൊരു നിബന്ധനയായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അഞ്ചാമത്തേത് കൂട്ടരെ, അദമുൽ ഇസ്തിഅജാൽ ഫി ദുആ. ചില ആളുകൾ ഇങ്ങനെ ധൃതി കാണിക്കും, റസൂലുള്ളാഹി സ്വഹാബത്തിന് പറഞ്ഞുകൊടുത്തു, അതെ, ദുആയിൽ ധൃതി കാണിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ഇജാബത്ത് കിട്ടൂല എന്നാണ്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ആരാണ് ആ ധൃതി കൂട്ടുന്ന ആളുകള്? അപ്പൊ റസൂലുള്ളാഹി അവർക്ക് പറഞ്ഞുകൊടുത്തു, ആരാന്നറിയോ? ഖദ് ദഅഉതു റബ്ബി ഫലം യസ്തജിബ് ലി, ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹ് എനിക്കൊരു ഉത്തരം തരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു നടക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവർ ദുആയില് ധൃതി കാണിക്കുന്ന ആൾക്കാരാണ്. ഓൽക്ക് ദുആയിന് ഉത്തരം കിട്ടാൻ പോണില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാ. അതുകൊണ്ട് ഞാൻ എത്ര ചോദിക്കുന്നത്, ഞാൻ എത്ര പറയുന്നത്, എന്റെ കുട്ടികൾ എത്ര ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇടങ്ങാറായിട്ടും ഇതൊക്കെ പറഞ്ഞിട്ടും അള്ളാഹ് എന്താ ഇങ്ങനെ കഴിഞ്ഞു കൂട്ടരെ? അവിടെ അത് നിബന്ധനക്കെതിരെയാണ്. ഷർത്ത് പഠിപ്പിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ധൃതി കൂട്ടാൻ പാടില്ല അള്ളാഹ്. കാരണം 2-3 രൂപത്തിലാണ് ഉത്തരം തരിക. ഒരുപക്ഷെ അള്ളാഹ് ഉത്തരം തന്ന രൂപം നമുക്ക് അറിയുന്നുണ്ടാവില്ല. അള്ളാഹ് ഉത്തരം തന്നൊന്ന് വിശ്വസിക്കാനുള്ള ഈമാനിക കരുത്ത് ഒരു വിശ്വാസിക്ക് ഉണ്ടാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. മറ്റൊരു പ്രാർത്ഥനയുടെ നിബന്ധന എന്താണെന്നറിയോ? അള്ളാഹ് സ്വീകരിക്കില്ല ചില പ്രാർത്ഥനകൾ. എന്താ? അത് പാപത്തിനും ശത്രുതക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, അതുപോലെ പാപങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഓല പ്രാർത്ഥനക്ക് ഉത്തരം തരില്ല എന്നാ കൂട്ടരെ. കുടുംബ ബന്ധത്തെ കുറിച്ചൊക്കെ കേൾക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമ്മളെ കുടുംബത്തിന്റെ ഉള്ളിലൊക്കെ ഒന്നിങ്ങനെ ചെന്ന് നോക്കുന്നത് നല്ലതാ. നാട്ടുകാരെ കുടുംബത്തിലേക്കും അയൽപ്പക്കത്തെ കുടുംബത്തിന്റെ ഉള്ളിലേക്കും നോക്കുന്നതിന് മുമ്പേ ഞാനും എന്റെ ഭാര്യയും, ഞാനും എന്റെ മാതാപിതാക്കളും, എന്റെ ഭാര്യയും എന്റെ ജ്യേഷ്ഠന്റെയും അനുജന്റെയും ഭാര്യമാരും, എന്റെ ഉമ്മയും എന്റെ ഭാര്യയും എന്ന് തുടങ്ങുന്ന വലിയൊരു വൃത്തം
നമ്മുടെയൊക്കെ വീട്ടിനകത്തുണ്ടല്ലോ. ആ വൃത്തത്തിന്റെ ഉള്ളിലേക്ക് പോയാൽ തന്നെ പലപ്പോഴും പിന്നെ പുറത്തേക്ക് നോക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല കൂട്ടരെ. അതുകൊണ്ട് നമ്മളെ വീട്ടിന്റെ അകത്തേക്കൊന്ന് നോക്കുക. എന്നിട്ട് ആരാണ് അവിടെ കുടുംബബന്ധം മുറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്ന തിരിച്ചറിവുണ്ടായി ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം കുടുംബത്തിന്റെ അകത്ത് നിന്ന് ചില ആളുകൾക്ക് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയുണ്ടെന്ന് പറയുമ്പോൾ അത് കുടുംബത്തിന്റെ അകത്ത് കുടുംബബന്ധം മുറിക്കുന്നവരും അതിനുവേണ്ടി ചെറിയ തോതിലെങ്കിലും ചില ന്യായങ്ങളും ദുർന്യായങ്ങളും പറഞ്ഞ് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്ന ചില ആളുകളുണ്ട്. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബം, ഭാര്യയും എന്റെ മക്കളും എന്റെ ഉമ്മയും ഒക്കെ ഒരു ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്, ഒരു ഖുത്ബക്ക് പങ്കെടുക്കുന്നുണ്ട്, ഇത്തരം വിഷയങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് കുടുംബത്തിന്റെ അംഗങ്ങളെ നോട്ട് ബുക്കിൽ പേരെഴുതി വെച്ച് ഇവർ ഖുർആൻ ക്ലാസ്സിന് പങ്കെടുക്കുന്നവരാണ്, ഇവർ വെള്ളിയാഴ്ച ഖുത്ബക്ക് കേൾക്കുന്നവരാണ്, അല്ലാതെ എത്ര കാലം നീണ്ടിട്ടുണ്ടോ ആ നീണ്ടതിനനുസരിച്ച് ദീന് മനസ്സിന്റെ അകത്തേക്ക് കിട്ടുന്നത് എത്ര കണ്ട് അകലം നിൽക്കുന്നുണ്ടോ ആ കുടുംബത്തിന്റെ അകത്ത് ആ വ്യക്തികൾ ദുരന്തമാകും, അവർ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന തിരിച്ചറിവ് അത് നമുക്കെങ്കിലും കുടുംബനാഥന്മാർക്കെങ്കിലും വേണം. അവിടെ ആ കൂട്ടരെ ഭാര്യയെ ഒന്ന് ബൈക്കിന്റെ പിന്നിൽ കയറ്റാൻ, ഭാര്യയെ ഒന്ന് സൈഡ് സീറ്റിൽ ഇരിക്കാൻ, മക്കളെ ഒന്ന് പിന്നിൽ കയറ്റി ഒന്നിച്ചു കൂടി ഖുത്ബക്ക് വരാനുള്ള അതേ ചിന്ത ഉയരുന്നത് അത്തരം ചില തിരിച്ചറിവുകളിൽ നിന്നാണ് എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അതാണ് ആറാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഏഴാമത്തേത് കൂട്ടരെ ഇർജിഉ അലാ അൻഫുസികും ഇന്നകും ലാ തദ്ഊന. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഒരു യാത്രയിൽ ചില ആളുകൾ അല്ലാഹുവിനെ ഇങ്ങനെ ഒച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ബാക്കിയുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ ചില ആളുകൾ ഇങ്ങനെ പടച്ചോനെ വിളിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അങ്ങനെ ചിലപ്പോൾ നമ്മൾ നാട്ടിൽ കേൾക്കാറുണ്ട്. നാട്ടുകാർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന, മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ അള്ളാഹിനോട് തേടുന്ന ചില ആളുകളുണ്ട്. അവിടെ റസൂലുള്ളാഹി ആ സ്വഹാബത്തിനെ വിളിച്ച് തിരുത്തി, നിങ്ങൾ വിളിക്കുന്നത് കണ്ണ് കേൾക്കാത്ത, കാണാത്ത ഒരാളെയല്ല, എല്ലാം അറിയുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാറ്റിനും കഴിവുള്ള ഒരു റബ്ബിനെയാണ് നിങ്ങൾ വിളിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു കോമാളിത്തരമല്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അത്യുച്ചത്തിലല്ലാത്ത രൂപത്തിൽ നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നോക്കണേ നിങ്ങൾ ഇന്നലകളിലെ നമ്മുടെ മുസ്ലിം സമുദായങ്ങളിലേക്കും ഇന്നിന്റെ മുസ്ലിം സമുദായങ്ങളിലേക്കും നമ്മളൊന്ന് നോക്കുക. അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനെയും മെയ്ക്ക് വെച്ച് വിളിച്ച് നാട്ടുകാർക്ക് മുമ്പിൽ വഷളാകുന്ന രൂപത്തിലേക്കുള്ള ഇടപെടലുകൾക്കുള്ളിൽ ഈ ഒരു അധ്യാപനം, അള്ളാഹിന്റെ റസൂലിന്റെ ഈ ഒരു ഹദീസ് പാഠമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അതെ, എട്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ? ചില ആളുകൾ പ്രാർത്ഥിക്കുക, അള്ളാഹ് വേണമെങ്കിൽ തരട്ടെ, അതല്ലെങ്കിൽ അള്ളാഹിന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ആ ഒരു ധാരണ ഉണ്ടല്ലോ, അത് പാടില്ല പ്രാർത്ഥനയുടെ രംഗത്ത് എന്നാണ്. അള്ളാഹു ഉദ്ദേശിച്ച പുറത്തുണ്ട. ചില ആൾക്കാരെ മനസ്സങ്ങനെ പറയണമെന്നൊന്നുമില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന പുറത്തുണ്ട, അതല്ലെങ്കിൽ നീ ഉദ്ദേശിച്ചെങ്കിൽ റിസ്ക് കൊണ്ട എന്നുള്ള രൂപത്തില് പ്രാർത്ഥിച്ചാലും അങ്ങനെയുള്ള മനസ്സുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി അള്ളാഹ് എനിക്ക് പുറത്തു തരും, അള്ളാഹ് എനിക്ക് പുറത്തു കൊണ്ട, നീ എല്ലാറ്റിനും കഴിവുള്ളവനും ഗഫൂറും ഗാഫിറുമാണല്ലോ റബ്ബേ, പുറത്തു തരുന്നവരാണല്ലോ എന്ന് ആത്മാർത്ഥമായി എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും, എന്റെ റബ്ബ് എനിക്ക് റിസ്ക് തരും, എന്റെ റബ്ബ് എന്റെ കടം വീട്ടും, എന്റെ റബ്ബ് എന്റെ രോഗം വീട്ടും, എന്റെ റബ്ബ് എന്റെ കുടുംബത്തിന്റെ അകത്തെ പ്രതിസന്ധികൾ നീക്കിത്തരും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കാണ് അതിന് ഉത്തരം കിട്ടുക. അത് അതിന്റെ നിബന്ധനകളിൽ പെട്ടതാണ് എന്നുകൂടി പണ്ഡിതന്മാർ ഹദീസുകളെ വിശദീകരിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒരു പ്രാർത്ഥന കണ്ടപ്പോൾ, ഒരാൾ ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ? അജലഹാദ, അയാൾ വല്ലാതെ ധൃതി കാണിക്കുന്നുണ്ടല്ലോ എന്നാണ്. അപ്പൊ സ്വഹാബികൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ സംഗതി എന്താന്ന് ചോദിച്ചാല് നേരെ അയാൾ ഒരു മുഖവുരി ഇല്ലാതെ നേരെ പ്രാർത്ഥിച്ചതാണ്. ആ ഹദീസിനൊക്കെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയാണ്, ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്ന് ഒരു ഹംദും സ്വലാത്തൊക്കെ ചൊല്ലി അള്ളാഹിനെ പുകഴ്ത്തി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അള്ളാഹിന്റെ റസൂലിന് വേണ്ടി പ്രാർത്ഥിച്ച് അള്ളാഹുവിനെ പുകഴ്ത്തി അള്ളാഹിനെ സ്തുതിച്ചുകൊണ്ടാണ് ഒരാൾ ഒരു പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിക്കേണ്ടത്. അല്ലെങ്കിൽ അയാൾ ആവശ്യം പറഞ്ഞ് ധൃതിപ്പെടുമെന്നാണ്. ആ ധൃതിയല്ല, അള്ളാഹുവിനെ പുകഴ്ത്തി റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സാവധാനം ഒന്നിരുന്ന്
പ്രാർത്ഥിക്കുന്നത് ദുആഇന്റെ ആദാബുകളുടെ കൂട്ടത്തിലെ അദബുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹ് നമ്മളോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഹൽ മിൻ സാഇലിൻ യുഅത, ആരുണ്ട് എന്നോട് ചോദിക്കാം, നിങ്ങൾ ചോദിച്ചോളി ഞാൻ തരാന്നാണ്. ഹൽ മിൻ ദാഇൻ യുസ്തജാബു ലഹു, ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ ഇജാബത്ത് തരാം, നിങ്ങളോട് പ്രാർത്ഥിച്ചോളി, എന്നോട് പ്രാർത്ഥിച്ചോളി, ഞാൻ ഇജാബത്ത് തരാം. ഹൽ മിൻ മുസ്തഗ്ഫിറിൻ യുഗ്ഫറ ലഹു, ആരെന്നോട് പാപമോചനം തേടാനുണ്ട്, ഞാൻ അവർക്ക് പാപമോചനം തേടാം എന്ന് അല്ലാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടരെ, രാത്രിയുടെ അന്ത്യയാമമുണ്ടല്ലോ, സുബഹിന്റെ മുമ്പുള്ള സമയമുണ്ടല്ലോ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിലപിടിപ്പുള്ള സമയമാണ്, വിലപിടിപ്പുള്ള സമയമാണ്. പുതുതലമുറയുടെ ഉറക്കം അപകടം സൃഷ്ടിക്കുന്നുണ്ട്. നാടുകളിൽ, കുടുംബങ്ങളിൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. 11 കഴിഞ്ഞ് 12 കഴിഞ്ഞ് 1 2 നോക്കുമ്പോഴും അതും കഴിഞ്ഞുറങ്ങുന്നവർ നമ്മുടെ കുടുംബത്തിന്റെ അകത്തുണ്ടെങ്കിൽ അത് ഭാവിയിലല്ല, ഇപ്പോൾ തന്നെ നാടിനും നാട്ടുകാർക്കും കുടുംബത്തിനും പ്രതിസന്ധികൾ ഉണ്ടാക്കുമെന്ന തിരിച്ചറിവ് കുടുംബനാഥന്മാർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതെ, സുബഹിന്റെ മുമ്പൊന്ന് ഉണർന്ന് അള്ളാഹുവിലേക്ക് ഒരു 3 സുജൂദ് ചെയ്ത് അള്ളാഹുവിലേക്ക് ഒന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹ് ഉടൻ ഉത്തരം തരുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. രണ്ടാമത്തേത് തുബരിസ്വലാത്തിൽ മക്തൂബ, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകൾ അള്ളാഹു ഉടൻ ഉത്തരം തരുമെന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തതാണ്. മൂന്നാമത്തേത് ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ ഇടയിലുള്ള സമയം വിലപിടിപ്പുള്ള സമയമാണ്, അവിടെ ഉത്തരമുണ്ടെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നു. നാലാമത്തേത് മഴ പെയ്യുമ്പോഴുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നാണ്. നമ്മുടെ മുമ്പിൽ ആ അവസരം തുറന്നു വെച്ചിരിക്കുകയാണ് അല്ലാഹു. മറ്റൊന്ന് യാത്രക്കാരന, ചെറുതും വലുതുമായ ധാരാളം യാത്രകൾ നമ്മൾ നടത്തുന്നു. യാത്രക്ക് വേണ്ടിയിട്ടുള്ള സാധുകൾ ഒരുക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിലേക്ക് ഈ യാത്രയുടെ ഇടയിൽ എന്റെ ഈ ആവശ്യം അള്ളാഹിനോട് ചോദിക്കണമെന്നൊന്ന് മനസ്സിലെങ്കിലും എഴുതി കുറിച്ചു വെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സംസം കുടിക്കുമ്പോൾ, വല്ലാത്ത പ്രാധാന്യമുള്ള സംസം കുടിക്കുമ്പോൾ അള്ളാഹു ഉത്തരം തരുമെന്നാണ് പ്രാർത്ഥിച്ചാൽ. അതുകൊണ്ട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാവുമ്പോൾ വീട്ടിൽ സംസം വെള്ളമില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കുറവാ. കൂട്ടരെ, കുടിക്കുമ്പോൾ ചോദിച്ചാൽ അള്ളാഹ് തരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സുജൂദ് വിലപിടിപ്പുള്ള സമയമാണ്, അമൂല്യമായ സമയമാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ വേണമെന്ന് മാത്രമല്ല, ഏത് സമയത്തും അള്ളാഹിന്റെ മുമ്പിൽ നമുക്ക് സുജൂദ് ചെയ്യാം. കാരണം അത് വിലപിടിപ്പുള്ള സമയമാണ്, അള്ളാഹ് ഗൗരവത്തോടു കൂടി കാണുന്ന സമയമാണ്. അവിടെ ചോദിച്ച ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടും. അതോടൊപ്പം തന്നെ ഫർള് നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോഴും നമ്മുടെ ചോദ്യത്തിന് അള്ളാഹ് ഉത്തരം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂട്ടരെ, ജീവിതത്തിൽ വിലപിടിപ്പുള്ള ആയുധമായ ദുആ അറിഞ്ഞും മനസ്സിലാക്കിയും നിബന്ധനകൾ പഠിച്ചും മര്യാദകൾ ഉൾക്കൊണ്ടും അതിന്റെ സമയങ്ങളെ തിരിച്ചറിഞ്ഞും നമുക്ക് നിർവഹിക്കാൻ കഴിയണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മുഴുവൻ ദുആകൾക്കും അള്ളാഹു ഇജാബത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം മുസ്ലിം സമുദായത്തിന്റെ മനസ്സിൽ ഏകാഭിപ്രായമാണ്, അത് അള്ളാഹിനോടെ പറ്റുള്ളൂ എന്ന്. എങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാലങ്ങളായി മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ നിലനിൽക്കുന്നുവെങ്കിലും ഈ ഒരു സമയത്ത് അതൊന്ന് സജീവമായി കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് എന്തിനാ ഇടയാളന്മാരെ, നിങ്ങൾക്ക് നേരിട്ട് അള്ളാഹുവിലേക്ക് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിലെ വളരെ കുറഞ്ഞ ആളുകളാണെങ്കിലും അതവർക്കൊരു അസഹിഷ്ണുത ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അവർ പറയുന്നത് അള്ളാഹുവിലേക്ക് നേരിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല എന്നാണ്. കാരണം അള്ളാഹ് സൂപ്പർ പവറാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ട്രാൻസ്ഫോമിൽ നിന്നും നമ്മളെ വീട്ടിലേക്ക് ഒരു ബൾബ് കത്തിക്കാൻ എടുക്കാത്തത് പോലെ തന്നെ ഇടയിൽ ഒരു പോസ്റ്റ് വെക്കുന്നത് പോലെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ചില ഇടയാളന്മാരെ വേണം എന്നുള്ളത് കാലങ്ങളായി പറഞ്ഞു വരുന്നു. ഈ ആധുനിക കാലഘട്ടത്തിൽ ഒന്നുകൂടി അത് ആ ഗൗരവമുള്ള പാപത്തെക്കുറിച്ച് അവർ കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ?
ഖുർആൻ മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞിടത്ത് എന്തിനാ നിങ്ങള് അള്ളാഹു അല്ലാത്തവരോട് ആരാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ ഇവരോട് തേടുന്നതും ഞങ്ങൾ ഇവർക്ക് നേർച്ചകൾ അർപ്പിക്കുന്നതും ഞങ്ങൾ ഇവരോട് സഹായം തേടുന്നതും അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നരകത്തിന്റെ ആളുകൾ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പിന്നെ എന്താ ഖുർആൻ പറഞ്ഞത്? അള്ളാഹു പവർ ഉള്ളവനാണ്, പക്ഷേ ആ പവറുള്ള അള്ളാഹ് അടിമയോട് ഏറ്റവും അടുത്തവനാണ് എന്നാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, നബിയെ എന്നെ കുറിച്ച് എന്റെ അടിമകൾ നിങ്ങളോട് ചോദിച്ചാൽ ഇന്നി ഖരീബ്, അവനോട് ഏറ്റവും അടുത്തവനാണ് എന്ന് താങ്കൾ അവരോട് പറഞ്ഞേക്കണം. അതുകൊണ്ട് തേടാനുള്ളവർ എന്നോട് തേടട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകാം എന്നാണ്. അല്ലേ, തവസ്സുൽ എന്ന പദം കുറച്ച് കൂടുതൽ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തവസ്സുൽ എന്ന് പറഞ്ഞാൽ ഇടതേട്ടം എന്ന് തന്നെയാണ് അർത്ഥം. എന്നാൽ ഇവർ പറയുന്ന ഇടതേട്ടമല്ല അത്. 3 രൂപത്തിൽ നമുക്ക് അള്ളാഹുവിലേക്ക് ഇടതേടാം. അത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചെന്നതാ. അതല്ലാത്തത് നമുക്ക് പറ്റില്ല. ആളുകളുടെ മഹാന്മാരെ കൊണ്ട് അല്ലെങ്കിൽ മഹാന്മാരുടെ ഹക്ക് ജാഹ് ബർഹക്കത്തുകൾ കൊണ്ടല്ല ഇസ്ലാം പഠിപ്പിച്ചത്. മറിച്ച് ഇസ്ലാം പഠിപ്പിച്ച 3 ഒന്ന് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാ. അള്ളാഹ്ക്ക് കുറച്ച് നല്ല നല്ല വിശേഷണങ്ങളും നാമങ്ങളും അള്ളാഹിന്റെ നല്ല പേരുകളുണ്ട്. ആ പേരുകൾ വെച്ച് നിങ്ങൾ അള്ളാഹുവിലേക്ക് തേടുവിൻ, അത് നിങ്ങൾക്കുള്ള തവസ്സുലാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഗഫൂറായ റഹ്മാനെ, ഗഫൂറായ റബ്ബേ, എന്റെ പാപം പുറത്തു തരണമേ, റഹ്മാനും റഹീമുമായ അള്ളാഹുവേ എനിക്ക് കരുണ ചെയ്യണേ എന്ന അള്ളാഹുവിന്റെ പേരുകൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നത് അള്ളാഹ് ഉത്തരം വേഗം തരും. അത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഒരു വെള്ളിയാഴ്ച ആകുമ്പോ മിമ്പർമ്മ കയറുന്നതിന് മുമ്പ് ഒരുപാട് ആളുകളുടെ വോയിസ് ഉണ്ടാവും. ഇന്ന കാര്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കൊണ്ടിട്ടോ. എന്തിനാ? ഒരുപാട് വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ മിമ്പറിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഉയരുന്ന ആമീൻ വ്യത്യസ്ത ദറജയിലുള്ള ആൾക്കാരുടെ ആമീനാണ്. കൂട്ടരെ, ദറജ കൂടിയ മനുഷ്യന്മാർ മിമ്പറിന്റെ താഴെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ആമീൻ ഉണ്ടല്ലോ, അത് അള്ളാഹുവിലേക്ക് വേഗം അടുപ്പിക്കും. എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ഈമാനുള്ള ആളുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക എന്നുള്ളത് എന്താ? പ്രാർത്ഥിക്കൊണ്ടിട്ടോളി എന്ന് പറയാറില്ലേ നമ്മള്? അത് തവസ്സുല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. മൂന്നാമത്തേത് കൂട്ടരെ, നമ്മുടെ അമൽ സ്വാലിഹാത്തുകളാണ്. നമ്മൾ ചെയ്ത ആത്മാർത്ഥമായി ചെയ്ത കർമ്മങ്ങള് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് ചരിത്രത്തിലുണ്ട്. 3 ആളുകൾ ഇങ്ങനെ ഒരു യാത്രയിൽ ഒരു ഗുഹയിൽ പെട്ടു. ആ ഗുഹന്റെ ഗുഹാമുഖം ഒരു പാറ കൊണ്ട് ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇവർ ഒന്നിച്ചിരുന്ന് തീരുമാനിച്ചു, നമ്മളൊരു പ്രതിസന്ധിയിലാണ്, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആത്മാർത്ഥമായി ചെയ്ത ചില കാര്യങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കാമെന്ന്. ഒന്നാമത്തെ ആള് മാതാപിതാക്കളുമായുള്ള ഒരു ബന്ധത്തിന്റെ ഒരു പേജ് എടുത്ത് അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹ് ആത്മാർത്ഥമായി ഉമ്മാനോട് ഉപ്പാനോടുള്ള സ്നേഹം നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്, കുറച്ച് നീങ്ങിയെന്നാണ്. രണ്ടാമത്തെ ആള് പ്രാർത്ഥിച്ചത്, ഒരു കൂലിക്കാരുണ്ടായിരുന്നു, അയാൾ കൂലി വാങ്ങാതെ പോയി. കാലം കുറെ കഴിഞ്ഞിട്ട് അയാൾ വന്നത്. അയാൾ വന്നപ്പോൾ അയാളുടെ കൂലി കൊണ്ട് ഞാൻ കച്ചവടം നടത്തിയപ്പോൾ ഒരു താഴ്വര മുഴുവൻ കന്നുകാലികൾ ഉണ്ടായി. അയാൾ വന്നപ്പോൾ അയാളുടെ കൂലിയുടെ ലാഭവും മുതലവുമാണല്ലോ, അത് ഞാൻ മുഴുവനായിട്ട് ആൾക്കാർ കൊടുത്തു. നിന്റെ പ്രീതി മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ, നിങ്ങളെ രക്ഷപ്പെടുത്തണേ, കുറച്ചും കൂടി നീങ്ങിയതാണ്. മൂന്നാമത്തെ ആള് പറഞ്ഞത് എന്താണെന്നറിയോ? അള്ളാഹുവേ, എന്റെ കുടുംബത്തിൽ ഒരു പെണ്ണുണ്ടായിരുന്നു, ഞാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അവൾ ഒന്നിനും സമ്മതിച്ചിരുന്നില്ല. അവസാനം അവൾക്ക് എന്റെ ആവശ്യം വന്നു, അവൾ എന്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് ഹദീസിൽ പറയുന്നത്, അവളുടെ 2 ഇരുകാലുകൾക്കിടയിൽ ഞാൻ ഇരുന്നു. അവൾ എന്നോട് പറഞ്ഞു, ഇത്തഖില്ല, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളെയും വിട്ടേച്ച് അവിടെ നിന്ന് ഞാൻ തിരിഞ്ഞു നടന്നു. റബ്ബേ, അത് നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാ നീക്കിക്കൊണ്ടാ നീങ്ങി അവർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല കർമ്മങ്ങൾ വെച്ച് ഇതാണ് തവസ്സുൽ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നടത്താം. അതല്ലാത്ത ഇന്ന് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുന്ന രൂപത്തിൽ ശിർക്കിന്റെ പരിധിയിൽ പെടുന്നതാണെന്ന തിരിച്ചറിവ് നമുക്കും കുടുംബത്തിനും ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ കൊണ്ടുപോകാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നു പോയ തിന്മകളെ നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വ്യത്യസ്തമായ മാനസികാവസ്ഥകൾ ഇരിക്കുന്നുണ്ട്. അല്ലാഹുവേ, രോഗം ശിഫയാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, നീ ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. കടം വീടാൻ വല്ലാതെ ആഗ്രഹിച്ച മനസ്സുള്ള ഉടമകൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അല്ലാഹ്, നീ കടം വീട്ടി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മക്കളുണ്ടായവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ബർക്കത്ത് നൽകണമേ റഹ്മാനെ. മക്കളെ പ്രതീക്ഷിച്ചിരിക്കുന്നവർ
ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ റഹ്മത്തും ബറക്കത്തും നൽകണമേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവരും വീട്ടിലേക്ക് കയറിയിരിക്കാൻ ഉദ്ദേശിക്കുന്നവരും വീട്ടിൽ റഹ്മത്തും ബറക്കത്തും ആഗ്രഹിക്കുന്നവരും ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ മനസ്സറിയുന്നവൻ നീയാണ്. മനസ്സറിഞ്ഞ് അവരുടെ മുറാദുകളെല്ലാം നീ ഹാസിലാക്കി കൊടുക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. اللهم صل على محمد. أقم الصلاة.